ആപ്കി അദാലത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ മോഹൻ യാദവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഡിവൈസീവ് പൊളിറ്റിക്സ് നടത്തുന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് താങ്കൾ മുഖ്യമന്ത്രിയായതിനു ശേഷം സംസ്ഥാനത്തെ ഹിന്ദു മുസ്ലിം എന്ന് രണ്ടാക്കിയിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഓർഡർ താങ്കൾ നൽകിയത് ലൗഡ് സ്പീക്കറെല്ലാം നിർത്തലാക്കണമെന്നാണ്. അതായത് ഞാൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിലും സുപ്രീം കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ശബ്ദത്തിൻ്റെ ഡെസിബൽ എന്താണെന്ന് വെച്ചാൽ ഈ അളവിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഞാൻ അതുപ്രകാരം മധ്യപ്രദേശിൽ അത് പ്രാവർത്തികമാക്കി. ഇതിലെന്ത് തെറ്റാ ഉള്ളത്? ഈ നിയമം ഞാനല്ല ഉണ്ടാക്കിയത്. നിയമം ആദ്യമേ ഉണ്ട്. സുപ്രീം കോർട്ട് അതിനെ ശരിവെച്ചു. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം എന്റേതാണ്. അതെങ്ങനെ പ്രാവർത്തികമാക്കും? അതായത് ലൗഡ് സ്പീക്കർ മാത്രമല്ല, ഞങ്ങൾ ഡിജെയും നിരോധിച്ചു. ഡിജെ കാരണം, അതിന്റെ ശബ്ദം കാരണം പല തരത്തിലുള്ള ബാധിപ്പുകളാണ് വരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ കുട്ടികൾക്കും ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സർക്കാർ നിയമം പരിപാലിക്കാനായി ഹിന്ദു മുസ്ലിം എന്ന് നോക്കാറില്ല. സമമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ശബ്ദത്തിന്റെ അളവ് ഇത്രയേ ഉണ്ടാകാൻ പാടുള്ളൂ, അത് നടപടിയാക്കണം. അതിലാണ് എനിക്ക് അഭിമാനം. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ഹിന്ദു മുസ്ലിം വ്യത്യസ്തതയില്ലേ? താങ്കൾ ഓഫീസിലേക്ക് പോയിട്ട് ആദ്യത്തെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ, ഇറച്ചി മീൻ കടകളൊക്കെ അനുവാദമില്ലാതെ നടത്താൻ പാടില്ലെന്ന്. ഇത് നേരിട്ട് മുസ്ലിങ്ങളുടെ കച്ചവടം എഫക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഓർഡർ അല്ലേ? ഒരു കോണിലൂടെ നോക്കിയാൽ ലോകം അങ്ങനെ കാണും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഫുഡ് സേഫ്റ്റി നിയമം പറയുന്നു, ആഹാരം തുറന്നു വെച്ചാൽ അത് ജീവന് ഹാനികരമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ നിയമം എന്തുണ്ടോ, ഞാൻ കഴിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഭക്ഷിക്കുന്ന കാര്യം നിങ്ങൾ അകത്തെടുത്ത് വെക്കണം, അത് സുരക്ഷിതമായ നിലയിൽ സൂക്ഷിക്കണം, പിന്നെ വരുന്നവർ വാങ്ങിച്ചുകൊണ്ട് പോട്ടെ. അതെന്തിനാ ഇങ്ങനെ ഓപ്പണായി വെക്കുന്നത് എന്നാ ചോദിച്ചത്. ഇപ്പോൾ പലരും ശ്രാവണ മാസത്തിൽ അത് കാണാൻ തന്നെ ഇഷ്ടപ്പെടില്ല. കോടതി വിധി അനുസരിക്കേണ്ടത് എന്റെ ജോലിയാണ്. ആ കാര്യമാണ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തത്. ഇതിലെനിക്ക് വേറെ താല്പര്യമൊന്നുമില്ല. മുഹമ്മദ്പൂരിനെ മോഹൻപൂർ ആക്കിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെയുള്ള യാതൊരു ചിന്തയില്ല. ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളുടെ സഹകരണം കൊണ്ട് എന്റെ പേര് വരാം. പക്ഷെ നിങ്ങൾ പറയുന്ന ആ മുഹമ്മദ്പൂർ ഗ്രാമത്തിൽ നോക്കിയാൽ ഒരു മുഹമ്മദ് പോലും ഇല്ല. അത് നമ്മുടെ നിയമത്തിലുണ്ട്. ആ ഗ്രാമവാസികൾ എഴുതി തരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ മോഹൻ മുരളി അമ്പലമുണ്ട്, അത് മോഹൻപൂരാക്കി മാറ്റൂ എന്ന് പറയുന്നു. ആ നിയമം ഞാൻ ഫോളോ ചെയ്തു. അതിലും എന്റെ പേരിലാണ് കുറ്റം. നിങ്ങൾ തന്നെ പറയൂ. താങ്കൾ അതിനനുസൃതമായിട്ടാണ് സംസാരിച്ചത്. താങ്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മൗലാന ഗ്രാമത്തിനെ കുറിച്ച് എഴുതുമ്പോൾ എന്റെ പേന കുലുങ്ങുന്നു എന്ന്. ഒരു ഗ്രാമത്തിന്റെ പേര് മൗലാന. അത് മുഴുവൻ ഒരു ഹിന്ദു ഗ്രാമമാണ്. അവിടെ മുസ്ലിം സഹോദരി സഹോദരന്മാരാരും ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഈ മൗലാന എന്ന് പറയുന്ന പേര് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പോസ്റ്റ് ചെയ്യാനായി കത്ത് എഴുതുമ്പോൾ, ഞാൻ ഈ മൗലാന എന്ന് എഴുതിയാൽ എങ്ങനെയുണ്ടാവും, എന്നോടും ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. ആ ഗ്രാമത്തിൽ ഒരു മൗലാന എങ്കിലും ജീവിച്ചിരിക്കണമല്ലോ. അങ്ങനെ ആരും ആ ഗ്രാമത്തിലില്ല. ആ ഗ്രാമത്തിന്റെ പേരാണ് മൗലാന. സാധാരണ എഴുതുമ്പം തന്നെ പേന വിറയ്ക്കും. ഇതിലെന്താ പ്രത്യേകത? അതായത് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മോഹൻ യാദവിന്റെ ഈ ഉദ്ദേശങ്ങളെല്ലാം പഴയതാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് 2017 താങ്കൾ ഭൂട്ടാനിലേക്ക് പോയി. അവിടെ വെച്ച് എന്താണ് ട്വീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഭൂട്ടാൻ വളരെ മനോഹരമായ രാജ്യമാണ്, 7 ലക്ഷം ജനങ്ങളാണ് ഉള്ളത്, വിദ്യാഭ്യാസമുള്ളവരും സംസ്കാരമുള്ളവരുമാണ്, കല്യാണത്തിന് ശേഷം ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നവരാണ്. അതിനുശേഷം എഴുതിയിരിക്കുന്നു, ഭൂട്ടാൻ മുസ്ലിം, പട്ടിണി, കുറ്റങ്ങളും ഇല്ലാത്ത രാജ്യമാണ്. അതായത് മുസ്ലിം ഇല്ലെങ്കിൽ കുറ്റങ്ങൾ നടക്കില്ലെന്നാണ്. ഇല്ലില്ല, ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദാംശങ്ങളുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇതിൽ പ്രത്യേക ഐറ്റംസ് ഉണ്ട്. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയാം. നിങ്ങൾ എല്ലാം ഒരു സെന്റൻസിൽ കൊണ്ടുവരില്ലേ? ഞാൻ മലേഷ്യ പോയിരുന്നു, ഇന്തോനേഷ്യയിലേക്ക് പോയിരുന്നു, മുസ്ലിംസ് അധികമുള്ള നാട്, ഞാൻ സൗദി പോയിരുന്നു. അതിന്റെ അർത്ഥം അതല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അതായത് പറയുകയാണെങ്കിൽ ഞാൻ ഈ കാര്യം എഴുതിയിട്ട് പോലുമില്ല, അവിടെയൊക്കെ ഹിന്ദുക്കൾ ഉണ്ടെന്ന് പല രാജ്യങ്ങളുണ്ട്.
അവിടെ ബുദ്ധമതവും ഉണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു ചിന്തയുമായി എന്നെ രണ്ടായി വിഭജിക്കാൻ നോക്കുന്നത്? എന്റെ സംസ്ഥാനത്ത് എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഓപ്പണായിട്ട് പറയും, മറച്ചു വയ്ക്കില്ല. അതാണ് എന്റെ ശീലം. അതായത് മധ്യപ്രദേശിലുള്ള കോൺഗ്രസിന്റെ നേതാവ് എന്താ പറയുന്നതെന്ന് വെച്ചാ മധ്യപ്രദേശിനെ മുസ്ലിങ്ങളില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണവും പറയുന്നുണ്ട്. ബുൾഡോസർ ആക്ഷൻ നടക്കുന്നു. ഹാജി ഷെഹസാദ് അലിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നിലംപരിശാക്കി. അദ്ദേഹത്തിന് താങ്കൾ ഒരു നോട്ടീസ് പോലും നൽകിയില്ല. ഇത് തെറ്റായ കുറ്റാരോപണമാണ്. ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, തെറ്റിനോടൊപ്പം ഒരു സാമ്രാജ്യം തന്നെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ, അതും സർക്കാർ ഭൂമിയിലാണ് എന്നുണ്ടെങ്കിൽ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തു ചെയ്യും? അതായത് നിങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥലത്തല്ലേ ഉണ്ടാവേണ്ടത്. ഞങ്ങൾ അതിനുവേണ്ടി കോടതിയെ സമീപിച്ചു. കോടതി പറഞ്ഞു അത് നിയമവിരുദ്ധമാണ്, ഇടിച്ചേക്കുന്ന്. അങ്ങനെയുള്ളപ്പോൾ അതിനെ എങ്ങനെ സംരക്ഷിക്കും? അത് ഇടിക്കണം. അതുകൊണ്ടാണ് ഇടിച്ചത്. അതായത് ആക്ഷൻ നടന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി അതുപോലെ കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു ബുൾഡോസർ നീതി നടക്കില്ലെന്ന്. അത് ഞാനും സമ്മതിക്കുന്നു. ബുൾഡോസർ നീതി എന്ന് പറയുന്ന ഒന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ബുൾഡോസർ ഉപയോഗിച്ച് നമ്മൾ മുഖാന്തരം ആർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കരുത്. അത് തെറ്റായ കാര്യമാണ്. പക്ഷേ ഇത് കോടതിയുടെ അനുവാദത്തോടു കൂടി നിയമവിരുദ്ധമായ കെട്ടിടമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലുള്ള ഒരു ശക്തിക്കും ആ ബുൾഡോസറിനെ തടയാൻ പറ്റില്ല. ഒരു സൈഡിൽ ബുൾഡോസർ നീതി ഇല്ലെന്ന് പറയുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള എക്സാമ്പിൾസും വരുന്നു. അതായത് മുക്കുവർ താമസിച്ചിരുന്ന ഒരു 3 നില കെട്ടിടത്തെ താങ്കളുടെ ബുൾഡോസറാണ് ഇടിച്ച് നിരപ്പാക്കിയത്. ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള നോട്ടീസ് നൽകി. അവർ സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ നിയമവിരുദ്ധമെന്ന് പറഞ്ഞു. അപ്പൊ ഇടിച്ചല്ലേ പറ്റൂ. അവര് മുക്കുവന്മാരാണെങ്കിലും ആരാണെങ്കിലും നിയമം ഒന്നാണ്. താങ്കൾ മധ്യപ്രദേശിൽ നിന്നും ലവ് ജിഹാദ് ഇല്ലാതാക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതായത് എന്ത് ജിഹാദാണെങ്കിലും അത് എപ്പോഴും തെറ്റാണ്. ജിഹാദ് എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാ. അതുകൊണ്ട് ലവ് ജിഹാദ് ചെയ്യുന്നവർക്കെതിരായി ഞങ്ങളുടെ സർക്കാർ ആ സംരക്ഷിത ചിന്തയോടുകൂടി പാവപ്പെട്ട പെൺകുട്ടികളെ മോഹിപ്പിച്ച് പ്രേമമെന്ന വലയത്തിൽ കുടുക്കി പിന്നീട് അവരുടെ ജീവിതം നരകമാക്കി മാറ്റുന്നു. ഇതാർക്കും സഹിക്കാൻ പറ്റില്ല. അതിന് ഞാൻ എന്നും എതിരാണ്. ഇതിനെക്കുറിച്ച് അഖിലേഷ് യാദവ് പല പ്രാവശ്യവും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോഹൻ യാദവ് ഈ പാതയിൽ സഞ്ചരിക്കാൻ പാടില്ലെന്ന്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാം ശരിയേത് തെറ്റേതാണെന്ന്. അദ്ദേഹം അറിയാതെ അങ്ങനെ പറഞ്ഞു കാണും. അല്ല, ഇപ്പോൾ താങ്കളുടെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ നമാസ്വാദി എന്നാണ് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും. ആരെങ്കിലും നിയമം ലംഘിച്ചാൽ ആ നിയമവിധിപ്രകാരം നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ട് മധ്യപ്രദേശ് സർക്കാർ എന്ന് നിയമത്തിനൊപ്പമായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ താങ്കൾ ഉത്തർപ്രദേശിൽ പോയ സമയത്ത് താങ്കൾ പറഞ്ഞത് ഓരോ ശബ്ദവും മാറിൽ വെടിയുണ്ട പോലെ തുളഞ്ഞു കയറുന്നു. പിന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞത് അദ്ദേഹം ഹിന്ദുക്കളെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഞാൻ എന്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പരിതസ്ഥിതിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഹിന്ദുക്കൾക്കും എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? ഇത് മറ്റുള്ള മതസ്ഥർ എന്തിനാണ് കളിയായി എടുക്കുന്നത്? ഞാൻ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ആശയങ്ങൾ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതെ, എല്ലാ ജനങ്ങൾക്കും അവരുടെ മതപ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഹിന്ദുക്കളുടെ അവകാശവും സംരക്ഷിക്കപ്പെടണം. അതിൽ മാറ്റമില്ല. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയുണ്ട്. അതാർക്കും നീക്കം ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ നിയമവും മതവും അനുസരിച്ച് നടക്കുന്നവർക്ക്, എല്ലാ മതക്കാർക്കും സ്വാതന്ത്ര്യം എന്റെ സംസ്ഥാനത്തുണ്ട്. ആരെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ടോർച്ചർ ചെയ്യില്ല. ഇത് ഉറപ്പാണ്. പക്ഷെ ഒരു മതം മറ്റേ മതത്തിനെ ബഹുമാനിക്കണം. അതും പ്രധാനമാണ്. അതുകൊണ്ട് ഇത് അന്യോന്യമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സർക്കാർ സമമായി നിയമാനുസരണം കാര്യങ്ങൾ നടത്തും. അതിൽ മാറ്റമില്ല. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കും പിന്നെ ഓപ്പോസിറ്റ് പാർട്ടിക്കും എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് സാർ? ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. ചോദിക്കൂ. നിങ്ങൾ ശബ്ദം വരാതിരിക്കാൻ വേണ്ടി ഡിസിബിളിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ കാവടി യാത്രയിൽ ഒരുപാട് ശബ്ദം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ ശബ്ദമെല്ലാം ശല്യമാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല.
ഞാൻ ഇതൊന്നും ഒരിക്കലും ചെയ്യാറില്ല. ലൗഡ് സ്പീക്കറിനെ കുറിച്ച് ലൗഡ് പറഞ്ഞല്ലോ. സ്പീക്കറും DJയും എല്ലാം ഒരേ അളവിൽ, ഒരേ ഡെസിബൽ അളവിൽ ഉണ്ടാവണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഞാനത് മതവുമായി ബന്ധിച്ചിട്ടില്ല. അതായത് ഒരാളുടെ ചിന്ത എങ്ങനെയുണ്ടോ, കോൺഗ്രസ്സുകാരെ പോലെ അവരങ്ങനെ വിചാരിക്കുന്നു, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സമമായിട്ടാണ് നോക്കിയത്. എല്ലാ മതത്തിലുള്ളവർക്കും എല്ലാ നിയമങ്ങളും സമമായി പാലിക്കപ്പെടണം. അത് ഞാൻ വ്യത്യസ്തമായി നോക്കിയിട്ടില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം പല കാര്യങ്ങളിലും മതത്തെ കൂട്ടിക്കലർത്തുന്നു. ശരിക്കും അങ്ങനെ നടക്കാൻ പാടില്ല. രാഷ്ട്രീയം സമൂഹത്തിന് ഗുണകരമായിരിക്കണം, എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ആയിരിക്കണം. അതായത് ഒരു യാദവ് എന്ന നിലയിൽ താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? നിങ്ങൾ തന്നെ പറയൂ. അതായത് ശ്രീരാമന്റെ അമ്പലത്തിന്റെ പ്രശ്നത്തിൽ അപ്പോഴുണ്ടായിരുന്ന കോൺഗ്രസ് മധ്യ സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ ഡിസ്മിസ് ചെയ്തു. അതുപോലെ തന്നെ എത്ര പ്രാവശ്യം ശ്രീരാമന്റെ കാര്യങ്ങൾക്ക് വേണ്ടി രാജ്യം മുഴുവൻ കലാപമുണ്ടായി. അപ്പോൾ ഭരണത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് അല്ലേ? പിന്നെ മോഡിജിയുടെ സർക്കാർ വന്നു. മോഡിജി ആ സുപ്രീം കോടതിയുടെ വിധി നാട് മുഴുവൻ നടപ്പിലാക്കി. പിന്നെ ഇവിടെ എവിടെയാണ് കലാപമുണ്ടായതെന്ന് പറയൂ? ആ രാജ്യം തന്നെയല്ലേ? നമ്മുടെ സർക്കാർ ഇങ്ങനെ വേണം ഭരിക്കാൻ എന്നാ പറയുന്നത്. ഹിന്ദുക്കൾ വേറെ മുസ്ലിംസ് വേറെ എന്ന് ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങൾ അങ്ങനെ വേർപ്പെടുത്തി നോക്കാറില്ല. നിങ്ങൾ ഇനിയും പറയൂ, എനിക്കറിയാം. അതായത് ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, ഒട്ടുമിക്ക മുസ്ലിം രാജ്യങ്ങളിലും 3 തലാഖ് രീതി, സ്ത്രീകളോട് ഇങ്ങനെ ഒരു ക്രൂരത എവിടെയും കാണിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ് സുപ്രീം കോടതി വിധി തന്നെ മാറ്റിക്കളഞ്ഞു. അത് കോൺഗ്രസിന്റെ മനോഭാവമാണ്, വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി. സഹോദരികൾ, നിങ്ങൾ തന്നെ പറയൂ, വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോയാൽ ഒരു വർഷത്തിൽ അവർക്ക് 1 കുട്ടിയോ 2 കുട്ടിയോ ഉണ്ടാകും. അപ്പോഴവർ തലാഖ് 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 എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ അവസ്ഥ എന്താകും? നിങ്ങളൊന്ന് പറയൂ. അവരുടെ ജീവിതം നരകമാകില്ലേ? എനിക്കിതിൽ അഭിമാനമുണ്ട്. 40 വർഷം പഴക്കമുള്ള സുപ്രീം കോടതി വിധി മോഡിജി നടപ്പിലാക്കി. എന്റെ മുത്തശ്ശിയുടെ വീട് റിവായിലാണ്, താങ്കളുടെ ഭാര്യ വീടും റിവായിലാണ്. അതായത് മധ്യപ്രദേശിലുള്ള റിവായിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് കാണാൻ കഴിയുന്നുണ്ട് സർ. ഉജ്ജയിനിൽ താങ്കൾ MLA ആയിരുന്നതുകൊണ്ട് അവിടെയും നല്ല ഡെവലപ്മെന്റ്സ് കാണാം. ഇതുപോലെയുള്ള ഡെവലപ്മെന്റിന്റെ കാര്യം ബാക്കിയുള്ള ജില്ലകളും നോക്കുകയാണെങ്കിൽ അത് ശരിക്കും നടക്കുന്നുണ്ടോ അല്ല വെറും താങ്കൾ പോകുന്ന സ്ഥലങ്ങളിൽ മാത്രം? നിങ്ങളുടെ സ്ഥലത്ത് അമ്മായിയമ്മയുടെ വീട്ടിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ. ഇത് അദ്ദേഹത്തിനും അറിയും. ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം സംസ്ഥാനം മുഴുവൻ തുടർച്ചയായി പുരോഗമനത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് റീവാവിൽ നടക്കുന്നു. ജബൽപൂർ, സാഗർ, ഗ്വാളിയറിൽ, നർദാപൂരിൽ, എന്തിനധികം സെഗഡൂരിൽ പോലും നടക്കുന്നു. നിങ്ങളുടെ IT പാർക്ക് ഞങ്ങളാണ് തുടങ്ങിവെച്ചത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മുടെ മധ്യപ്രദേശിൽ. നിങ്ങളോട് ഞാനൊരു കണക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. 1956 മുതൽ 2003 വരെ മധ്യപ്രദേശിൽ 5 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. പക്ഷെ 1 വർഷം കൊണ്ട് 5 മെഡിക്കൽ കോളേജ് മോഡിജി ഓപ്പൺ ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട്. സോ ഇതാണ് ഡെവലപ്മെന്റിന്റെ വേഗത. എന്റെ ചോദ്യം എന്താണെന്നാൽ മോഡിജിയുടെ പേര് മോഡിജി തന്നെയാണ്. അതുപോലെ തന്നെ CMനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞങ്ങൾ ഒഡീസയിലെ CMന്റെ പേര് മോഹൻ മാജി. അതുപോലെ നിങ്ങളുടെ പേര് മോഹൻ യാദവ്. ഇപ്പോൾ ഒഡീസയുടെ രാഷ്ട്രീയ തലവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് മൻമോഹൻ സാമ്പൽ. ഇതിന്റെ രഹസ്യം എന്താണ്? അന്വേഷിച്ച് കണ്ടുപിടിച്ചാണോ ഈ മോഹൻ എന്നുള്ള വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കുന്നെന്ന്? അതായത് ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയാം. അതായത് ശ്രീകൃഷ്ണന്റെ പേര് ഓരോ വീട്ടിലും കേട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ മാതാപിതാക്കൾ അതിനെ ബഹുമാനിക്കുന്നത് സന്തോഷമല്ലേ?